അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെല്ലാവർക്കും അറബിക് ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 4 അറബിക്കിൻ്റെ സിലബസാണ്. നമുക്കറിയാം, കേട്ടറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു കടമ്പയാണ്. മാത്രമല്ല, കാറ്റഗറി 4 എന്നുള്ളത് LP UP തലങ്ങളിൽ പഠിപ്പിക്കാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അറബിക്കിൽ കാറ്റഗറി 4 എങ്ങനെ നേടാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ പഠിക്കണമെന്നും ഏതൊക്കെ മേഖലകളിൽ അറിവുണ്ടായിരിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ടോട്ടലായിട്ട് കേട്ടറ്റിന് ചോദിക്കുക 150 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കായിരിക്കും. അതിൽ 80 ക്വസ്റ്റ്യനാണ് നമ്മുടെ അറബിക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുക. ഈ 80 ക്വസ്റ്റ്യനെ 2 പാർട്ടുകളായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ ഒരു പാർട്ടും രണ്ടാമത്തെ 30 ക്വസ്റ്റ്യൻ മറ്റൊരു പാർട്ടും. അപ്പോൾ ഈ ആദ്യത്തെ 50 ക്വസ്റ്റ്യനിലൂടെ എന്താണ് ഒരു അറബിക് അധ്യാപകനിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഖാബിലിയത്തു ഇസ്തിആബുൽ ലുഗ വ ഖാബിലിയത്തു തഖ്മീൻ. ഒരു അറബിക് ടെക്സ്റ്റ് കിട്ടിയാൽ നമുക്കത് വായിക്കാനും അതിൽ ആശയം ഉൾക്കൊള്ളാനും ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഖവായിദുൽ ലുഗ, ഗ്രാമർ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, ഭാഷയാകുമ്പോൾ ഗ്രാമർ വളരെ പ്രസക്തമായ ഒന്നാണ്. അതെല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്, അറബിക്കിൽ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ വെർബൽ എബിലിറ്റി ഉണ്ടായിരിക്കണം. വൽവായുൻ താരിഖിൽ അദബുൽ അറബി ഖദീമ വ ഹദീസൻ. ആധുനികവും പഴയതുമായ അറബി സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധവും ഉണ്ടായിരിക്കണം. തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ 50 ക്വസ്റ്റ്യനിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് 30 ക്വസ്റ്റ്യൻ. അതിൽ പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, അതിൽ ഉണ്ടായിരിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിലൂടെ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടീച്ചിങ്ങിലെ വ്യത്യസ്തമായ മെത്തേഡ്സ്, അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ്, അതായത് LSRW അല്ലേ, നമുക്കറിയാം, ലിസണിങ്, അതുപോലെ തന്നെ സ്പീക്കിങ്, റീഡിങ്, റൈറ്റിംഗ്, അതിനെക്കുറിച്ചും മാത്രമല്ല ഒരു ടീച്ചർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, എങ്ങനെ പഠിപ്പിക്കണം കുട്ടികളെ, അതിനുള്ള വ്യത്യസ്തമായ വഴികൾ, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പഠിപ്പിക്കാനുള്ള അല്ലേ. ത്വരീഖ തർജുമ, ത്വരീഖൽ മുബാശറ തുടങ്ങി ഒരുപാട് ത്വരീഖുകൾ പഠിപ്പിക്കുന്നതിലുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ മേഖലയിൽ നിന്ന് ചോദിക്കാം. അതേമാതിരി ലോഹത്തിനെ കുറിച്ച് ഈ മേഖലയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഭാഗം പറയുമ്പോൾ വിശദമായിട്ട് പറയാം. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ടിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അൽ മവാദുൽ ഖിസ്മിൽ അവൽ, ഒന്നാമത്തെ പാർട്ട്. അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ, അതിനുവേണ്ടി നമ്മൾ പഠിക്കേണ്ടത് അൽ അറബിയ താരീഖുഹ വ ഇംതിയാസാത്തു, അതായത് അറബി ഭാഷ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ സവിശേഷതകൾ, അതിലെ ലിറ്ററേച്ചറിൻ്റെ പ്രാധാന്യം, ഏതൊക്കെയുള്ള അസ്റുൽ ജാഹിലിയിലും ഇസ്ലാമിലും അസ്റുൽ ഹദീസിലുമുള്ള അറബിക് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള, അതുപോലെ തന്നെ അറബിക്കിൻ്റെ ചരിത്രം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മേഖലകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. അതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. അതായത് അസ്റുൽ ജാഹിലിൽ നിന്ന് കുറച്ച് ആളുകളെ, അതായത് മുഅല്ലഖാത്താണ് അസ്റുൽ ജാഹിൽ പ്രസക്തമായ അറബിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മുഅല്ലഖാത്തിൻ്റെ അസ്ഹാബുകളും അവരുടെ മുഅല്ലഖയും അവരെക്കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൻ യുഅറഫു ബി അമീർ ശുഅറ ഫിൽ അസ്റുൽ ജാഹിലി. അസ്റുൽ ജാഹിലിയിൽ അമീർ ശുഅറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: സുഹൈർ ബിൻ അബി സൽമ, ഹസ്സാൻ ബിൻ സാബിത്ത്, ഇംറുൽ ഖൈസ്, കഅബ് ബിൻ സുഹൈർ. ഇംറുൽ ഖൈസിനെയാണ് അല്ലേ അസ്റുൽ ജാഹിലിയിൽ അമീർ ശുഅറ എന്നറിയപ്പെടുന്നത്. ഇംറുൽ ഖൈസിനാണ് അല്ലേ. നമുക്കറിയാം അമീർ ശുഅറ ഫിൽ അസ്റുൽ ഹദീസ് ആരായിരിക്കും? അഹ്മദ് ഷൗക്കിയാണല്ലേ. ഇനി നമുക്ക് ഇംറുൽ ഖൈസിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ നോക്കാം. അമീർ ശുഅറ അൽ ജാഹിലിയാണ് ഇംറുൽ ഖൈസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ലാമിയയാണ്. ഫിൽ ബഹരി തൊവീൽ ബഹറിൽ 80 ബൈത്താണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖാത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ കുനിയത്ത്
അബൂ സെയ്ദ്, അബൂ വഹബ്, അബൂ ഹാരിസ്. അദ്ദേഹത്തിൻ്റെ ലഖബുകൾ ദുൽ ഖുറൂഹ്, അമീറു ത്വലീദ്, മലിക്കുൽ വലീൽ, മലിക് ഷുഅറ, ഗുലാമുല്ലാഹി. ഇത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജാണ്. വിശദമായിട്ട് ഓരോരുത്തരെ കുറിച്ച് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഇഖ്തർ അത്തുഖുമ സ്വഹീഹ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. കിതാബുൽ ഉമ്മ് ഇമാം ഷാഫിഈ, കിതാബുൽ ബുഖല മുൻഫലൂത്തി, അല ഹാമിഷ് സിറ ജാഹിദ്, നദറ ത്വഹ ഹുസൈൻ. ഓരോ പുസ്തകങ്ങളും അത് എഴുതിയിട്ടുള്ള ആളുകളെയുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ശരിയായ ജോഡി ഏതാണെന്ന ചോദ്യം അല്ലേ. ഉത്തരം കിതാബുൽ ഉമ്മ് എന്നുള്ളത് ഇമാം ഷാഫിയുടേതാണ്. അപ്പോൾ നമുക്ക് ഇമാം ഷാഫിയെ കുറിച്ച് പഠിക്കേണ്ടി വരും, മൻഫലൂത്തിയെ കുറിച്ച് പഠിക്കേണ്ടി വരും, ജാഹിദിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, ത്വഹ ഹുസൈനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാകുന്നത്. കിതാബുൽ ബുഖല ആരുതാണ്? ജാഹിദിൻ്റേതാണ്. അല ഹാമിഷ് സിറ ആരുതാണ്? ത്വഹ ഹുസൈൻ്റെ ആണ്. നദറാത്ത് മൻഫലൂത്തിലെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇതുപോലെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇമാം ഷാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, അദ്ദേഹം ഗസയിൽ, ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിജ്റ 150. ഇമാമുൽ മദ്ഹബിൻ്റെ ഇമാമാണ് അദ്ദേഹം. മുഅസ്സിസ് അൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ മുഅസ്സിസാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് കിതാബുൽ ഉമ്മും കിതാബുൽ റിസാലയും. വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള നോളജ് തന്നു എന്ന് മാത്രം, ഒരു മോഡലിന് വേണ്ടി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അസറുൽ ഹദീസ് എന്നാണല്ലോ ഒന്ന്. തോഫി മഹ്മൂദ് ദർവീഷ് ആം. മഹ്മൂദ് ദർവീഷ് നമുക്കറിയാമല്ലേ, ഫലസ്തീനിലെ കവിയാണ് മഹ്മൂദ് ദർവീഷ്. അദ്ദേഹം മരണപ്പെട്ടത് ഏത് വർഷത്തിലാണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. 2008 അദ്ദേഹം മരണപ്പെടുന്നത്. അതേക്കുറിച്ച് കുറച്ച് നോക്കാം. മഹ്മൂദ് ദർവീഷ് ഉലിദ ഫി ഖറയത്തിൽ ബർവ, ഫലസ്തീനിലെ ബർവ എന്ന സ്ഥലത്ത് 1941 മഹ്മൂദ് ദർവീഷ് ജനിക്കുന്നത്. തോഫിസന 2008 അദ്ദേഹം മരിക്കുന്നത്. വിലായത്തുൽ മുത്തഹിദ അറബിക് അമേരിക്കയിലെ ഹൂസ്റ്റൺ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. ലഖബ് ഷായറുൽ ജുർഹുൽ ഫലസ്തീനി എന്നാണ് അദ്ദേഹത്തിൻ്റെ ലഖബ്. മഷൂർ ബി ഷായറുൽ മുഖാവമൽ ഫലസ്തീനിയ. അദ്ദേഹം ഷെറുൽ മുഖാവമയിൽ പ്രസിദ്ധനായ ആളാണ് അല്ലേ. ഫലസ്തീനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കവിതകൾ എഴുതിയ ആളാണ് മഹ്മൂദ് ദർവീഷ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നമുക്ക് പരിചയമുള്ള കവിതകളാണ്. അപ്പം ബേസിക്കായിട്ട് അസറുൽ ഹദീസ് എന്നും അതുപോലെ തന്നെ അസറുൽ ജാഹിലി, അസറുൽ അബ്ബാസി, അസറുൽ ഉമവി എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചുള്ള ഒരു ബേസിക്കായിട്ടുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദക്തൂർ മൊഹീദ്ദീൻ ആലുവായി അദീബു മിൻ. ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി സാഹിത്യകാരനാണ്. മിൻ എവിടെ നിന്നുള്ള സാഹിത്യകാരനാണ് എന്നാണ് ചോദ്യം. ഡൽഹിയാണോ, മംലക്കത്തുൽ അറബിയ സൗദിയാണോ, കേരളയാണോ, മിസ്റാണോ? ഉത്തരം നോക്കാം. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ളതാണല്ലേ. നമുക്കൊക്കെ പരിചയമുള്ള ആളാണ് മൊഹീദ്ദീൻ ആലുവായി, കേരളത്തിൽ നിന്നുള്ള ആളാണ്. കുറച്ച് പോയിന്റ് നോക്കാം. മൊഹീദ്ദീൻ ആലുവായി വാഹിദ് ഉലമാഉൽ അസ്ഹർ അബ്നാഇൽ ഉമ്മൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നുള്ള അസ്ഹറിൽ പഠിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം ആലുവയ്ക്കടുത്തുള്ള ഉലിത്നാട് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കേരളക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മുസന്നഫാത്തുകൾ നോക്കുകയാണെങ്കിൽ ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറുഹാ ഫി ശിബിൽ ഖറത്തിൽ ഹിന്ദിയ, അത് അദ്ദേഹത്തിൻ്റെ അസ്ഹറിൽ നിന്നുള്ള PhD വർക്കും കൂടിയാണ്. അൽ അദബുൽ ഹിന്ദി അൽ മുആസിർ മറ്റൊരു പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. മാത്രമല്ല തർജമ റിവായത്തുൽ മഷൂറ, ചെമ്മീൻ അല്ലേ, മലയാളത്തിലുള്ള പ്രസിദ്ധമായ നോവലാണ് ചെമ്മീൻ. അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ഒരാൾ കൂടിയാണ് മൊഹീദ്ദീൻ ആലുവായി. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ കുറിച്ച് ഒരറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇഷ്തഹർ മഹ്മൂദ് സാമിൽ ബാറൂദി. മഹ്മൂദ് സാമിൽ ബാറൂദി അല്ലേ, നമുക്കൊക്കെ അറിയാം മഹ്മൂദ് സാമിൽ ബാറൂദിനെ. അദ്ദേഹം പ്രസിദ്ധനായ മേഖല ഏതാണ്? അദ്ദേഹം പ്രശസ്തമായ മേഖല ഏതാണ് എന്നാണ് ചോദ്യം. നാഖിദാണോ, ഷായിറാണോ, മുത്തർജിമാണോ, റുവായിയാണോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള പോയിന്റ് നോക്കാം, എന്നിട്ട് നിങ്ങൾ പറയണം എന്താണെന്നുള്ളത്. മഹ്മൂദ് സാമി ഇബ്നു ഹസൻ ഹുസൈൻ ഇബ്നു അബ്ദുല്ല അൽ ബാറൂദി അൽ മിസ്രി 1838 ജനിച്ച് 1904 മരണപ്പെട്ട ഒരാളാണ്. ഷായിറുൻ മിസ്രിയും, അദ്ദേഹം ഷായിറാണ്, മിസ്റുകാരനാണ്. റായിദു ഷെയറുൽ അറബി അൽ ഹദീസ്, ആധുനിക അറബി കവിതയുടെ റായിദാണ്. മാത്രമല്ല റായിദു മദ്രസത്തുൽ ബഅസ് വൽ അഹിയ,
അബു സൈഫ് വൽ ഖലം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ഷായിറാന്ന് മനസ്സിലായല്ലേ. ഉത്തരം നോക്കാം. ഷായിറൻ, അദ്ദേഹം ഷായിറാണ്. സ്പീഡിൽ പറഞ്ഞു പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് പരിചയപ്പെടുത്തുക, എന്തൊക്കെ പഠിച്ചാലാണ് കേട്ടിട്ട് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ തരിക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം കൂടുതൽ പറഞ്ഞ് മടുപ്പുണ്ടാക്കുക എന്നുള്ളത് യോജിച്ച കാര്യമല്ല. അതുകൊണ്ടാണ് സ്പീഡ് പറഞ്ഞു പോകുന്നത്. ഇഖ്തറ ഷാദ് മിനൽ ആത്തിയ, ഷാദ് തിരഞ്ഞെടുക്കുക. ഷാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപൂർവമായത് അല്ലേ, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. നോക്കാം. അൽ അയ്യാമ്, പുസ്തകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ അയ്യാമ്, ഇസ്തംത ബി ഹയാത്തിക്, ഹയാത്തി, അന. 4 പുസ്തകങ്ങളിൽ നിന്നും ഷാദ് ഏതാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാ എന്നാണ് ചോദ്യം. ഇസ്തംത ബി ഹയാത്തിക്കാണ് കൂട്ടത്തിൽ പെടാത്തത്. കാരണം എന്താ, അൽ അയ്യാം എന്നുള്ളത് തോഹ ഹുസൈൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ ഹയാത്തി എന്നുള്ളത് അഹമ്മദ് അമീൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അന എന്നുള്ളത് അബ്ബാസ് മഹ്മൂദ് അഖാദിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പം ഇത് 3 ഓട്ടോബയോഗ്രഫിയാണ്. എന്നാൽ ഇസ്തംതി ഹയാത്തിക് എന്നുള്ളത് മുഹമ്മദ് അബ്ദുറഹ്മാൻ അരീഫിയുടെ ഓട്ടോബയോഗ്രഫി അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ നിന്നും അത് വേറിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി, തോഹ ഹുസൈനെ കുറിച്ചും അഹമ്മദ് അമീനെ കുറിച്ചും മഹ്മൂദ് അബ്ബാസ് മഹ്മൂദ് അഖാദിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിശദമായിട്ട് നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകൾ പഠിക്കാം. മറ്റൊരു ക്വസ്റ്റ്യനാണ്, മൻ ഹുവ മുഅല്ലിഫു അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന കൃതി രചിച്ചതാര് എന്നാണ് ചോദ്യം. ഷാ വലിഉല്ലാഹ് ദഹ്ലവി, മൗലാന അബുൽ കലാം ആസാദ്, മുഹമ്മദ് റാബി അൽ ഹസൻ നദ്വി, അബുൽ ഹസൻ അലി നദ്വി. ഇതിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഉത്തരം അബുൽ ഹസൻ അലി നദ്വിയുടേതാണല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഷാ വലിഉല്ലാഹിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പഠിക്കണം, മുഹമ്മദ് റാബി നദ്വിനെ കുറിച്ച് പഠിക്കണം, അബുൽ ഹസൻ അലി നദ്വിനെ കുറിച്ചൊക്കെ ബേസിക്കായിട്ടുള്ള വിവരം നമുക്കുണ്ടായിരിക്കണം അല്ലേ. കാരണം ഇവരൊക്കെ അറബി ഭാഷയിലേക്ക് സംഭാവന ചെയ്ത ഇന്ത്യയിൽ നിന്നുള്ള ഉദാക്കളാണ്. ഇനി നമുക്ക് അബുൽ ഹസൻ നദ്വിനെ കുറിച്ച് നോക്കാം. അബുൽ ഹസൻ അലി നദ്വി ഹുവ മുഫക്കിറുൻ ഇസ്ലാമിയൻ വദാഇയ ഹിന്ദിയും. അദ്ദേഹം ഒരു ഇസ്ലാമിക് മുഫക്കിറാണ്, ഇന്ത്യക്കാരനായിട്ടുള്ള. 1914 ജനിച്ചു, 1999 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അലി മിയാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലഖബാണ് അലി മിയാൻ. അദ്ദേഹത്തിൻ്റെ മുസന്നഫാത്ത് കൃതികൾ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, മാദാ ഖസിറ അൽ ആലം ബി ഇൻഹിതാത്തിൽ മുസ്ലിമീൻ, റിജാൽ ഫിക്ർ വ ദഅവത്തും ഫിൽ ഇസ്ലാം തുടങ്ങി ഇത് പ്രധാനപ്പെട്ട 3 കൃതികളാണ്. ഒരുപാട് കൃതികൾ അദ്ദേഹത്തിനുണ്ട്. വിശദമായിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ പഠിക്കാം. ഇനി 50 ക്വസ്റ്റ്യനുള്ള മറ്റൊരു ഭാഗമാണ് ഖുർആൻ കരീം വൽ അഹാദീസുൻ നബവിയ്യ വ അസറുഹ ഫിൽ അദബിൽ അറബി. ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിവരം നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല വ അസറുഹ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ അതിനുള്ള സ്വാധീനവും. 5 ക്വസ്റ്റ്യനാണ് ഈ മേഖലയിൽ നിന്ന് ചോദിക്കുക എന്നുള്ളതാണ് സിലബസിൽ പറയുന്നത്. ചിലപ്പോൾ അത്ര ചോദിക്കാം, ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ മാത്രമായിരിക്കും ചോദിക്കുക. അതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ആ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ സംഭവം നോക്കാം. അൽ ഹദീസുല്ലദി അഖ്റജു ഷെയ്ഖാനി. ഷെയ്ഖാനി എന്നുള്ള ഉദ്ദേശം ബുഖാരി മുസ്ലിമാണ് കേട്ടോ. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതിന് എന്താണെന്ന് പറയാമെന്നാണ് ചോദിച്ചത്. 2 ആളും കൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഉത്തരം നോക്കാം. മുത്തഫഖുൻ അലൈഹി എന്നാണ് പറയല്ലേ. മുത്തഫഖുൻ, ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത 2 പേരും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിന് മുത്തഫഖുൻ അലൈഹി എന്നാണ് പറയുക. അപ്പോൾ അത് ഹദീസിൽ നിന്നുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അമ്മൻ ഖീല ഹാദാ ഫിൽ ഖുർആനിൽ കരീം. ഖുർആനിൽ ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് ആരെക്കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത് അല്ലേ. ഉത്തരം നോക്കാം അല്ലേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സൂറത്തുൽ ഖലമിലുള്ള ഒരു ആയത്താണ്. അപ്പം ഖുർആനെ കുറിച്ചുള്ളൊരു ബേസിക്കായിട്ടുള്ള ഐഡിയ നമുക്കുണ്ടായിരിക്കണം. മറ്റൊരു ചോദ്യം ആ ഭാഗത്തു നിന്നുള്ള തന്നെയാണ്. സൂറത്തു മിൻ സൂറൽ ഖുർആൻ തുറഫു ബി സബഅൽ മസാനി. സബഅൽ മസാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിലെ സൂക്തം ഏതാണ് എന്നാണ് ചോദ്യം. സൂറത്തുൽ കഹ്ഫാണോ, സൂറത്തുൽ ഫാത്തിഹയാണോ, സൂറത്തുൽ ബഖറയാണോ, സൂറത്തുൽ ഇഖ്ലാസ് ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സബഅൽ മസാനി എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അതുപോലെ മറ്റു പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. മറ്റൊരു ചോദ്യം ഈ ഭാഗത്തു നിന്നുള്ള തന്നെയാണ്. അബുൽ ഹാരിസ ഖാദത്തിൽ അജ്മൽ ഖുർആൻ, ഖുർആൻ്റെ ക്രോഡീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ള
താഴെ പറയുന്ന ഏത് സംഭവമാണ് ഖുർആൻ്റെ ക്രോഡീകരണത്തിലേക്ക് നയിച്ചത്? ഗസ്വത്ത് ബദറാണോ, ഗസ്വത്ത് ഉഹദാണോ, മരികത്തുൽ യമാമയാണോ, ഗസ്വത്തുൽ ഹസാബാണോ? നമുക്കറിയാം അല്ലേ, യമാമ യുദ്ധം അല്ലേ. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ കാലത്തുള്ള ഒരു യുദ്ധമായിരുന്നു ഈ യമാമ യുദ്ധം. അതിൽ 70ഓളം ഹാഫിളീങ്ങൾ മരണപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടാകുന്നത്. ഇനി ഇൽമുൻ നഹ്വ്, സ്വറഫ്, ബലാഗ, അറൂദ് ഈ മേഖലയിൽ നിന്നുള്ള 15 ക്വസ്റ്റ്യൻ ചോദിക്കാം. സിലബസിൽ പറയുന്ന എണ്ണമാണ് ഈ 15 ചോദ്യം എന്നുള്ളത്. ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് നഹ്വിൻ്റെ ഭാഗത്തു നിന്നും സ്വറഫിൻ്റെ ഭാഗത്തും ബലാഗ, അറൂദ് ഈ മേഖലയിൽ നിന്നും കേട്ടന് വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഹുവ ജമീലി ഫിൽ കുല്ലിയ, ഹുവ ജമീലി ഫിൽ കുല്ലിയ, കോളേജിലുള്ള എൻ്റെ കൂട്ടുകാരനാണ് അവൻ. ഹുവ ഈ സെൻറ്റൻസിലുള്ള ഹുവ എന്നുള്ളത് ലൊമീർ, ഏത് തരം ലൊമീറാണെന്നുള്ളതാണ് ചോദ്യം. മുൻഫസിലാണോ, മുസ്തത്തിറാണോ, മുത്തസിലാണോ? ഉത്തരം നോക്കാം. മുൻഫസിലാണല്ലേ. ലൊമീറുകൾ 3 തരമുണ്ട്: മുൻഫസിൽ, മുസ്തത്തിർ, മുത്തസിൽ. നോക്കാം. അമാൽ മുത്തസില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മുത്തസില ചേർന്ന് വരുന്ന ലൊമീറുകൾ അല്ലേ. ഒരു ഫയലവിടെ കാണാം. ഫഹിംതു അദ്ദർസ, എനിക്ക് പാഠം മനസ്സിലായി. ഇപ്പോൾ ഫഹിംതു എന്നുള്ള ഫായിലിൻ്റെ ഞാൻ എന്നുള്ള എനിക്ക് മനസ്സിലായി എന്നുള്ള ഒരു ഫായിലിൻ്റെ ആണത്. അപ്പോൾ അത് മുത്തസിലയാണ്, ചേർന്ന് വരുന്നതാണ് അല്ലേ, ഫഹിംതു. അതുപോലെ തന്നെ അതിലൊരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, സമയത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ മുത്തസില എന്ന് പറയുമ്പോൾ ചേർന്ന് വരുന്ന പദത്തോടൊപ്പം ചേർന്ന് വരുന്ന ലൊമീറുകൾ, അതിനാണ് മുത്തസില എന്ന് പറയാം. ഇവിടെ പല ഉദാഹരണങ്ങളും കാണാം. നമുക്ക് എല്ലാവരും മനസ്സിലാക്കിയെടുക്കാം. അലിഫുൽ ഇത്നൈനി, വാവുൽ ജമാ, നൂറുൻ നിസ്വ, യാവുൽ മുഖാത്തബ, ഇതൊക്കെ എന്താണ്? ലൊമീർ മുത്തസിലയാണ്, ചേർന്ന് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു ഉദാഹരണം കാഫിൽ, അപ്പോൾ അതുപോലെ തന്നെ കാഫ് പറയില്ല നമ്മൾ, അക്റംതുക എന്ന് പറയുമ്പോഴുള്ള കാഫ്, അക്റംതുഹു എന്ന് പറയുമ്പോഴുള്ള ഹു, അതൊക്കെ എന്താണ്? മുത്തസിലാണ്, ചേർന്ന് വരുന്ന ലൊമീറുകളാണ്. ഇനി മറ്റൊന്നാണ് ലൊമാരുൽ മുൻഫസില, വേറിട്ട് നിൽക്കുന്നല്ലേ. ഇവിടെ നോക്കൂ, ലൊമാരുൽ മുത്തക്കല്ലീം, അതായത് മുത്തക്കല്ലീമിൻ്റെ ലൊമീർ എന്ന് പറയുമ്പോൾ അന, നഹ്നു അല്ലേ, നമ്മളെ ഭാഗത്തേക്ക് ഞങ്ങൾ, ഞാൻ എന്ന് പറയുന്ന ലൊമീറാണ് ലൊമാരുൽ മുത്തക്കല്ലീം. അതൊക്കെ എന്താണ്? ലൊമാരുൽ മുൻഫസിലയാണ്. നോക്കാം. അൻത അല്ലോ, ഉദാഹരണത്തിന് നോക്കാം. അൻത മുഹദ്ദിബുൻ എന്ന് പറയുമ്പോൾ അൻത എന്നുള്ളത് വേറിട്ട് തന്നെ നിൽക്കുന്ന ലൊമീറാണ് അല്ലേ, അതാണ് മുൻഫസില എന്ന് പറയുന്നത്. നഹ്നു മുത്തഫിഖൂൻ, അപ്പോൾ നഹ്നു എന്നുള്ള ലൊമീർ വേറിട്ട് തന്നെ നിൽക്കുന്നു, മുൻഫസിൽപ്പെട്ടതാണ്. ഹുമാ തോലിബാനി, അവർ രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഹുമ വേറിട്ട് തന്നെ നിൽക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? മുൻഫസില ലൊമീർ. അപ്പം മുത്തസില എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് വരുന്ന ലൊമീറും, മുൻഫസില എന്ന് പറയുമ്പോൾ വേറിട്ട് വരുന്ന ലൊമീറുകളാണ്. ഇനി മുസ്തത്തിറ എന്ന് പറഞ്ഞാൽ അന, നഹ്നു, അൻത, ഹുവ, ഹിയ, ഇതൊക്കെ ഫീലിൻ്റെ ഉള്ളിലായിട്ട് വരും. ഇപ്പോൾ ഇവിടെയുള്ള ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കതബ എന്ന് പറയുമ്പോൾ അവൻ എന്നുള്ളൊരു ലൊമീർ അതിൻ്റെ ഉള്ളിലുണ്ട്, അതാണ് ലൊമീർ മുസ്തത്തിർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ അഫ്ഹമു എന്ന് പറയുമ്പോൾ അന എന്നുള്ള ലൊമീർ അതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ, പക്ഷെ പ്രത്യക്ഷത്തിൽ എന്താവില്ല, കാണൂല. നഫ്ഹമു, നഹ്നു എന്നുള്ള ലൊമീർ എന്തുണ്ട്? അതിൻ്റെ ഉള്ളിലുണ്ട്. ബാക്കിയൊക്കെ നോക്കാം കേട്ടോ, നമ്മൾ സമയം ഒരുപാട് ദീർഘമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാൻ അവന് വന്നത്. തുസായിദു ഖദീജത്തു ഉമ്മഹ ഫിൽ ബൈത്ത്, ഖദീജ അവളുടെ ഉമ്മയെ വീട്ടിൽ സഹായിച്ചു. അപ്പം മഫ്ഊലും ബിഹി, ഈ ജുംലയിലെ മഫ്ഊലും ബിഹി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഖദീജ എന്നുള്ളതാണോ, ഉമ്മ എന്നുള്ളതാണോ, ബൈത്ത് എന്നുള്ളതാണോ, തുസായിദു എന്നുള്ളതാണ്? ഇത്ര നോക്കാം. ഉമ്മ എന്നുള്ളതാണ് അല്ലേ, നമുക്കറിയാം അല്ലേ. അപ്പോൾ അറബി പദങ്ങൾ എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതും? ആദ്യം ഫിയായിൽ എഴുതും, പിന്നെ നമ്മൾ ഫായിൽ എഴുതും, പിന്നെ മഫൂൽ ബി എഴുതും. ഉദാഹരണം പറയുകയാണെങ്കിൽ അക്കല, തിന്നു, അത് ഫിയായിലാണ്. തോലിബു, ആരാണ് തിന്നത്, ആരാണ് ആ പ്രവൃത്തി ചെയ്തത്, അതാണ് ഫായിൽ, തോലിബു. അത്തുഫാഹത്ത, എന്തിനെയാണ് തിന്നത്, അതാണ് മഫൂൽ ബി അല്ലേ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ വരാം. തുസായിദു, ഖദീജ സഹായിക്കുന്നു ആരെ? ഉമ്മഹ, അവരുടെ ഉമ്മയെ, അതാണ് എന്ത്? മഫൂൽ ബി അല്ലേ, സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുളാഫ് ഇലൈഹി യകൂനു, മുളാഫ് ഇലൈഹി പറഞ്ഞാൽ നമുക്കറിയാം
അതിൻ്റെ ഏറാബ് എന്താണെന്ന് ചോദിച്ചു. മജ്റൂറാണോ, മർഫൂ ആണോ, മൻസൂബാണോ, മജ്സൂമാണോ? ഉത്തരം നോക്കാം. മജ്റൂറാണ് അല്ലേ. മുളാഫിലെ എപ്പോഴും എന്തായിരിക്കും? ജറായിരിക്കും. അപ്പം മുളാഫിലേക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സിമ്പിളായിട്ട്. സയ്യാറത്തുർ റജുലി അല്ലേ, റജുലിൻ്റെ കാറ്. പ്രധാനം പറയുകയാണെങ്കിൽ കലമു സെയ്ദിൻ്റെ പേന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സെയ്ദിൻ്റെ അതാണെന്ത്? മുളാഫിലേക്ക്. അതെപ്പോഴും എന്തായിരിക്കും? ജറായിരിക്കും. മജ്റൂർ എപ്പോഴും അത് ജറായിരിക്കും. അപ്പം സയ്യാറത്തുർ റജുലി എന്നാ പറയാം, മജ്റൂറായിട്ട് പറയാം. അപ്പം മുളാഫിൽ എപ്പോഴും എന്തായിരിക്കും? ജറായിരിക്കും. മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് വിശദമായിട്ട് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ, അജാബൽ വലതു ഡേഷ്. അവിടെ എന്താണ് യോജിച്ചതെന്നായിരിക്കണം. കായിമാണോ, കായിമയാണോ, കായിമീൻ എന്നാണോ, കായിമൻ എന്നാണോ? ഉത്തരം കായിമൻ എന്നാണ് അല്ലേ. കാരണം എന്താണ്? അത് ഹാലാണ് അല്ലേ, ഹാലാണത്. ഇപ്പം അതായത് അജാബൽ വലതു, കുട്ടി ഉത്തരം മറുപടി പറഞ്ഞു. അജാബൽ വലതു, കുട്ടി മറുപടി പറഞ്ഞു നിന്നുകൊണ്ട്. അതായത് അവൻ മറുപടി പറയുമ്പോൾ അവൻ്റെ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നിന്നുകൊണ്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഹാലാണ്. ഹാലെപ്പോഴും മൻസൂബായിരിക്കും. നോക്കാം. ജാ അത്വിഫ്ലു ബാക്കിയൻ, കുട്ടി വന്നു ബാക്കിയൻ കരഞ്ഞുകൊണ്ട്. ആദ മുഹമ്മദ് മടങ്ങി മുസ്തബ്സിനെ സന്തോഷവാനായ നിലയിൽ. അപ്പം അവർ മടങ്ങണ സന്ദർഭത്തിലും കുട്ടി വരുന്ന സന്ദർഭത്തിലുമുള്ള അവൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പം ഹാലൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അതെപ്പോഴും മൻസൂബായിരിക്കും ഹാല്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇഖ്തറൽ ജുമൽ അൽ ഖാത്തിയമല്ലാതെ താഴെയുള്ളതിൽ നിന്നും തെറ്റായ ജുംല തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സമാവാത്, സമാനത്ത് അസ്വാജ്, അഹദാശറത്ത കൗക്കബൻ, ഇസ്നാശറ ഷഹർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അദദ് മഅദൂദിൽ നിന്നുള്ള ചോദ്യമാണിത്. ഉത്തരം നോക്കാം. അഹദ അശറത്ത കൗക്കബൻ എന്നുള്ളതാണ് ഇതിൽ തെറ്റ്. അപ്പോൾ അതെന്തുകൊണ്ട് തെറ്റി? അദദ് മഅദൂദ് നോക്കാം നമുക്ക്. അദദ് മഅദൂദ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്പീഡിൽ പറയാം, വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കേട്ടോ. 1, 2 എന്ത് ചെയ്യുക, എങ്ങനെ വരിക? രണ്ടും സെയിം ആയിട്ട് വരിക. അതായത് ഇലാഹുൻ, ഇപ്പോൾ ഇതിൽ നോക്കാം, ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി ഒരുപോലെയാണ് വരിക. ഇലാഹും വാഹിദ് ഒരുപോലെയാണ് വരിക. അതായത് അദദ് മഅദൂദും അദദ് മഅദൂദ് മുദക്കറാണെങ്കിൽ അദദും എന്തായിരിക്കും? മുദക്കറായിരിക്കും. എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇനി 3 മുതൽ 10 വരെയുള്ളതിൽ എങ്ങനെ വരിക? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സലാസത്ത് അഷ്ഹൂർ കണ്ടോ. അഷ്ഹൂർ എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അതുകൊണ്ട് സലാസത്തിൽ താവ് കൊടുത്തു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആക്കി കൊടുക്കാം. മറ്റുദാഹരണം, തിസ്ഉ ആയാത്തിൻ കണ്ടോ. തിസ്ഇൽ താവില്ല. എന്തുകൊണ്ടാണ്? ആയത്ത് എന്നുള്ളത് എന്താണ്? മുഅന്നസാണ്. അപ്പോൾ തിസ്ഇൽ എന്താ ചെയ്യാൻ പറ്റില്ല? അതിനെ മുദക്കറാക്കണം, താവ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല അതിൻ്റെ മഅദൂദ് പറയുമ്പോൾ എണ്ണപ്പെടുന്ന സാധനം എന്തായിരിക്കണം? അത് മജ്റൂറായിരിക്കണം, ജമ്മു ആയിരിക്കണം. അതാണ് 3 മുതൽ 10 വരെയുള്ള നിയമം. ഇനി 11, 12 നിയമം മറ്റൊരു നിയമമാണ്, നോക്കാം. ഇനി റഅയ്തു 11 കൗക്കബൻ. കൗക്കബൻ എന്നുള്ളത് മഅദൂദാണ്, ഇവിടെ എണ്ണപ്പെടുന്ന വസ്തുവാണ്. ഈ എണ്ണപ്പെടുന്നത് എന്തായിരിക്കണം? മുഫ്രദായിരിക്കണം, മൻസൂബായിരിക്കണം. ഇതാണ് മഅദൂദിൻ്റെ നിയമം 11ൻ്റെയും 12ൻ്റെയും. അപ്പോൾ കൗക്കബൻ എന്നതിനോട് യോജിച്ചായിരിക്കണം അഹദയും അഷറയും. കൗക്കബൻ എന്നുള്ള മുദക്കറായതുകൊണ്ട് അഹദ അഷറ എന്താവണം? മുദക്കറാക്കണം അല്ലേ. ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ അഹദ അഷറത്ത എന്നുണ്ടായിരുന്നു, താവുണ്ടായിരുന്നു. ഇപ്പോൾ തെറ്റാണ്. കാരണം കൗക്കബൻ എന്നുള്ളത് എന്താണ്? മുദക്കറായതുകൊണ്ട് അഷറയിൽ എന്താവില്ല, താവ് പറ്റൂല. അതുകൊണ്ടാണ് അവിടെ തെറ്റിയത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഫംഫജറത്ത് മിൻഹു ഇസ്നത അശറത ഐൻ. അപ്പോൾ എന്താണ്? ഐൻ എന്നുള്ളത് എന്താണ്? മുഅന്നസായതുകൊണ്ട് അശറയിൽ താ ഉണ്ട്. മാത്രമല്ല ഇസ്നത എന്നുള്ളതിന് എന്തായി? മുഅന്നസാക്കി. ഇതാണ് 11, 12 നിയമം. മഅദൂദിനോട് യോജിച്ചാണ് എല്ലാം വരിക. ഇനി 13 മുതൽ 19 വരെയുള്ള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ജുസുൽ അവൽ യുഖാലിഫുൽ മഅദൂദ്. അതായത് ഒന്നാമത്തെ ജുസ് പറയുമ്പോൾ അപ്പോൾ 14 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ജുസ് എന്ന് പറയുമ്പോൾ 14ആണ്. അപ്പം അത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതിനോട്? മഅദൂദിനോട്. മഅദൂദ് പറയുമ്പോൾ കിതാബ്. ഉദാഹരണം നോക്കാം. ഖറഅതു 14 കിതാബൻ. കിതാബൻ എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അതുകൊണ്ട് 14 എന്താക്കി? മുഅന്നസാക്കി. അപ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അത്. പക്ഷേ അഷർ എന്താവും? കിതാബിനോട് യോജിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം കേട്ടോ. തന്നെ പറഞ്ഞ് മടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ മറ്റു കാണാം, റിസാലത്ത് എന്നുള്ളത് മുഅന്നസായതുകൊണ്ട് അഷറത്തിൻ്റെ താക്കി. പക്ഷേ സലാസിൽ എന്തായി?
സലാസിനെയും റിസാലത്തിനെയും നേരെ ഓപ്പോസിറ്റാക്കി നമുക്കിവിടെ കാണാം. മറ്റുള്ള നിയമങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ആ ചോദ്യം എന്തുകൊണ്ട് തെറ്റി എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ചോദ്യം, റഅയ്തു ഡാഷ് മിനൽ മുസ്തഷ്ഫ. റഅയ്തു ഞാൻ കണ്ടു. അപ്പം താഴെയുള്ളത് എന്താണ്? എന്തായാലും പിതാവല്ലേ, വാപ്പേനെ. അപ്പം വാപ്പയെ ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പം റഅയ്തു ഞാൻ കണ്ടു. ആരെ? വാപ്പയെ. മഫ്ഊലാണല്ലേ അവിടെ വരേണ്ടത്. മഫ്ഊൽ എന്താ നമുക്കറിയാം, മഫ്ഊൽ ബിഹിയുടെ ഇറാബ് എന്താണ്? മൻസൂബല്ലേ, എപ്പോഴും മൻസൂബായിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൽ ഏതാണ് മൻസൂബ് എന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഉത്തരം നോക്കാം. അബാക്ക എന്നുള്ളതാണ് അല്ലേ. അബാക്ക എന്നുകൊണ്ട് എങ്ങനെ അത് മൻസൂബായി? അബാക്ക എന്ന് നമുക്കറിയാം അസ്മാഉൽ ഹംസ പഠിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും. അബ്, അഹ്, ഹെമ്, ഫൂദു, ഇതൊക്കെ അസ്മാഉൽ ഹംസയാണ്. അസ്മാഉൽ ഹംസയുടെ ഇറാബ് എല്ലാവർക്കും അറിയാം അല്ലേ. അതിൻ്റെ റഫിൻ്റെ അവസരത്തിൽ അത് വാവ് കൊണ്ടായിരിക്കും റഫ് ചെയ്യുക. ഉദാഹരണം നോക്കാം, ജാ അബൂക്ക, ജാ വന്നു, അബൂക്ക നിൻ്റെ വാപ്പ വന്നു എന്ന് പറയുമ്പോൾ വാപ്പ എന്നുള്ളത് ഫായിലാണ്. ഇവിടെ ഫായിൽ എന്താണ്? റഫാണല്ലോ, നമുക്കറിയാം ഫായിലിൻ്റെ ഇറാബ് റഫാണ്. അപ്പോൾ റഫിൻ്റെ അവസരത്തിൽ അബൂക്ക എന്നുള്ള വാവ് കൊണ്ടാണ് ഉപയോഗിച്ചത്. ഇനി നെസ്ബിൻ്റെ അവസരത്തിൽ നോക്കാം, റഅയ്തു ഞാൻ കണ്ടു. ആരെ? അബാക്ക. മഫ്ഊൽ ബിയാണ് അബാക്ക, കണ്ടോ അലിഫാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ മറ്റുള്ള ഇവിടെ എങ്ങനെയാണ് ഉത്തരം ശരിയായത്? മഫ്ഊൽ ബി എന്താണ്? അലിഫ് കൊണ്ടാണ് നെസ്ബ് ചെയ്യേണ്ടത്. അബാക്ക എന്നാണ് നെസ്ബിൻ്റെ അവസരത്തിൽ പറയേണ്ടത്. നമുക്കൊന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇഖ്തറുൽ ഖത്അ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ നിന്നും തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അസ്ബഹത് തിഫ്ലു മരീളൻ, ലൈത ശബാബു റാജിഅൻ, ലഅല്ലൽ ഇംതിഹാന ഖരീബുൻ, ലൈസത് അൽ ബിൻതു കാദിബത്ത്. ഇതിലേതാണ് തെറ്റ് എന്നുള്ളത് നോക്കാം അല്ലേ. ലൈത ശബാബു റാജിഅൻ എന്നുള്ളതാണ് തെറ്റ്. അതെന്തുകൊണ്ട് തെറ്റി? നമുക്കറിയാം ലൈത്ത എന്നുള്ളത് എന്താണ്? ഇന്ന വഅഖ്വാതുഹയിൽ പെട്ടതാണ്. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല അല്ലേ. അപ്പം ലൈത്ത എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ലൈത്ത വന്നു കഴിഞ്ഞാൽ ഇന്ന വഅഖ്വാതുഹിൻ്റെ അമൽ എന്താണ്? നമുക്കറിയാം ഇസ്മിന് എന്ത് ചെയ്യും? നെസ്ബ് ചെയ്യും. ഖബറിനക്ക് എന്ത് ചെയ്യും? റഫ ചെയ്യും അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സെയ്ദുൻ സോലിഹുൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിലേക്ക് ഇന്ന കടന്നാൽ എന്ത് സംഭവിക്കും? ഇന്ന സെയ്ദൻ സോലിഹൻ എന്നാവും. സെയ്ദൻ നെസ്ബ് കിട്ടും അല്ലേ. സോലിഹൻ എന്നുള്ളതിന് റഫ ആയിരിക്കും. അപ്പം ഇന്ന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇസ്മിന് എന്ത് ചെയ്യണം? നെസ്ബ് ചെയ്യണം. അതിൻ്റെ ഖബറിനക്ക് എന്ത് ചെയ്യണം? റഫും ചെയ്യണം. അപ്പം മറ്റടുത്ത് എന്തുകൊണ്ട് തെറ്റി നമുക്ക് നോക്കാം. ലൈത്ത് വന്ന് എന്ത് ചെയ്യണം? ഇന്ന വഖത്ത് വന്നാൽ ലൈത്ത ഷബാബ എന്നാണ് പറയേണ്ടത്. ലൈത്ത ഷബാബ റാജിഉൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തെറ്റിയത് അല്ലേ. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന വഖ്വാത്തുൻ്റെ അമലൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോന്നിൻ്റെ അമലും പിന്നീട് പഠിക്കാം. സമയക്കുറവാണ്. വീഡിയോ ദൈർഘ്യമായാൽ കേൾക്കുന്നവർക്ക് മടുപ്പുണ്ടാവും എന്നുള്ളതിനെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇനി മറ്റുള്ളതിലൊക്കെ ഇപ്പോൾ ഈ ഉദാഹരണത്തിലൊക്കെ ഇവിടെ ചോദിച്ചത് ഇതാ അസ്ബഹ ചോദിച്ചു, ലഅല്ല ചോദിച്ചു, ലൈസൊക്കെ ചോദിച്ചു അല്ലേ. അപ്പം ലൈത്തയും ലഅല്ല എന്താണ്? ഇന്ന അഖ്വാത്തുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇവിടെ ലഅല്ലൽ ഇംതിഹാന ഖരീബൻ എന്ന് പറയുമ്പോൾ അവിടെ ശരിയാണ്, അവിടെ കറക്റ്റ് അമൽ ചെയ്തിട്ടുണ്ട്. ഈ അസ്ബഹ ലൈസ അവിടെയൊക്കെ അമൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാന വഖ്വാത്തിൻ്റെ കൂട്ടത്തിലാണ് ഈ അസ്ബഹൊക്കെ പെട്ടത്. കാന അഖ്വാത്തു അല്ലേ. കാന വഖ്വാത്തു നമുക്കറിയാം. കാന, സോറ, അസ്ബഹ, അംസ, അൽഹ, ദൊല്ല തുടങ്ങിയിട്ടുള്ളതാണ് കാന വഖ്വാത്തു. അതിൻ്റെ അമൽ അപ്പോൾ എങ്ങനെ എന്തായിരിക്കും? ഇപ്പോൾ സെയ്ദുൻ ഖായിമുൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് കാന വന്നു കഴിഞ്ഞാൽ എന്താവും? കാന സെയ്ദുൻ ഖായിമൻ. നേരെ ഇന്ന വഖ്വാത്തുന് നേരെ ഓപ്പോസിറ്റ് ആവും. അതായത് കാൻ്റെ ഇസ്മിനിക്ക് എന്ത് ചെയ്യും? നമ്മൾ റഫ് ചെയ്യും. കാന സെയ്ദുൻ ഖായിമൻ എന്നുള്ളത് എന്താണ്? കാനൻ്റെ എന്താണ്? ഖബറാണ്. അതിനൊക്കെ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ എല്ലാ ഓരോന്നിൻ്റെയും അമൽ നമുക്ക് പിന്നീടൊക്കെ ചർച്ച ചെയ്യാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഖലീൽ ബിൻ അഹ്മദ് ആലിമുൻ മഷ്ഹൂറുൻ ഫി. ഇത് അറൂദ് എന്ന് വന്ന ചോദ്യമാണ് അല്ലേ. അദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനായ പണ്ഡിതനാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ഇൽമുൽ അറൂദ് അല്ലേ. നമുക്കറിയാം ഖലീൽ ബിൻ അഹ്മദ് അൽ ഫറാഹിദി, അബു അബ്ദുറഹ്മാൻ അൽ ഖലീൽ ബിൻ അഹ്മദ് ബിനു അമർ ബിനു തമീം അൽ ഫറാഹിദി ഷായിറാണ്, നഹ്വിയാണ്, അറബിയാണ്, ബസറക്കാരനാണ്. അപ്പോൾ വാദി ഇൽമുൽ അറൂദ് അല്ലേ. ഇൽമുൽ അറൂദിൻ്റെ വാദിയാണ് അദ്ദേഹം. അപ്പോൾ അതാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹത്തെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം നമുക്ക്. അദ്ദേഹം ഇൽമുൽ അറൂദിൻ്റെ വാദിയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് കിതാബുൽ ഐൻ എന്നുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെയാണ്. അപ്പം വളരെ ചുരുങ്ങിയ വിവരമാണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം? വിശദമായിട്ട് ചർച്ച ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇനി നഹു കഴിഞ്ഞു. ഇനി നമ്മൾ ബലാഗെന്ന് വന്ന ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അത്തശ്ബീഹുല്ലദീ ദുക്കിറ ഫീഹി വജ്ഹു ശിബ്ഹി യുസമ്മ.
അതായത് വജിഹു ഷിബഹ് പറഞ്ഞ തഷ്ബീഹിന് എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ. നമ്മൾ നോക്കാം. ആദ്യം നമുക്ക് തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് നോക്കാം അല്ലേ. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം പറയുകയാണെങ്കിൽ സെയ്ദുൻ കൽ അസദി ഫി ഷുജാ, അതായത് സെയ്ദ് സിംഹത്തെ പോലെയാണ് അല്ലേ. ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുക. ഫി ഷുജാ ധീരതയിൽ. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സെയ്ദുൻ എന്ന ആരെയാണോ നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത്? സെയ്ദിനെയാണല്ലേ ഇവിടെ. അപ്പോൾ അതിനെ മുഷബ്ബഹ് എന്ന് പറയും. പിന്നെ കൽ അസദി, ഏതിനോടാണ് നമ്മൾ സെയ്ദിനെ സാദൃശ്യപ്പെടുത്തിയത്? സിംഹത്തോടാണ് അല്ലേ. സെയ്ദ് സിംഹത്തെ പോലെയാണ് എന്ന് പറയുമ്പോൾ സിംഹത്തോടാണ് നമ്മൾ സെയ്ദിനെ സാദൃശ്യപ്പെടുത്തി. അപ്പം അസദ് എന്നുള്ളതാണ് ഇവിടെ എന്ത്? മുഷബ്ബഹ് ബിഹി. അതിന് മുഷബ്ബഹ് ബിഹി എന്നാണ് പറയുക. ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തിയത് അതിനെ മുഷബ്ബഹ് ബിഹി എന്നാണ് പറയുക. പിന്നെ കലെ ഒരു പദം ഉപയോഗിച്ചവിടെ ഒരു അദാത്ത് ഉപയോഗിച്ചു, കാഫ്, അതിന് അദാത്ത് എന്ന് പറയുക. അദാത്തു തഷ്ബീഹ് എന്നാണ് പറയുന്നത്. പോലെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാം. അന്ന ഉപയോഗിക്കാം, മെസ്സല ഉപയോഗിക്കാം, ഷിബൊക്കെ ഉപയോഗിക്കാം. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് പറഞ്ഞു പോകണം, നമ്മൾ മടുപ്പുണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിശദമായിട്ട് ബലായും നഹ്വും അദബും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഠിക്കാം പിന്നീട്. പിന്നെ ഫിഷാദ്, ഏത് വിഷയത്തിലാണ് സെയ്ദ് സിംഹത്തെ പോലെ? ധീരതയിലാണ് അല്ലേ. അപ്പം ഏത് വിഷയത്തിൽ എന്നുള്ളതാണ് അതിനെന്താ പറയുക? വജ്ഹു ഷിബ് എന്നാണ് പറയുക. വജ്ഹു ഷിബ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരാം. തസ്ബീഹുല്ലദീ ദുക്കിറ ഫീഹി വജ്ഹു ഷിബ്. വജ്ഹു ഷിബ് പറയപ്പെട്ട തസ്ബീന. അപ്പം തസ്ബീന് കുറേ അനുവാദങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? തസ്ബീഹ് മുഫസ്സൽ എന്നാണ്. നമുക്ക് അനുവാദങ്ങൾ നോക്കാം. അനുവാദ് തസ്ബീഹ് ഏതൊക്കെയാണ്? തസ്ബീഹ് ഒരുപാട് ഐറ്റം ഉണ്ട്. ഒരുപാടായിട്ടില്ല. അതായത് തസ്ബീഹ് മുഅക്കദ് ഉണ്ട്, തസ്ബീഹ് മുർസലുണ്ട്, തസ്ബീഹ് മുജ്മലുണ്ട്, തസ്ബീഹ് മുഫസ്സലുണ്ട്, തസ്ബീഹ് ബലിയ ഉണ്ട്. എല്ലാം ഇതിൽ കൊടുത്തിട്ടില്ല. ഇതൊക്കെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? വിശദമായിട്ട് ചർച്ച ചെയ്യാം അല്ലേ. അപ്പം ആദ്യം നമുക്ക് പറയുകയാണെങ്കിൽ തസ്ബീഹ് ഇതിൽ പലതും ഇല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ഒരു ഐഡിയ ഇട്ടാൻ വേണ്ടിയിട്ട് പറയാം. തസ്ബീഹിൻ്റെ നൗകളിൽപ്പെട്ട ഒരു നൗ ആണെന്ത്? അനുവാദിൽപ്പെട്ട ഒരു നൗ ആണ് തസ്ബീഹ് മുർസൽ എന്നുള്ളത്. തസ്ബീഹ് മുർസൽ മുഅക്കദ് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ്. പഠിച്ചു വെക്കുമ്പോൾ അങ്ങനെ പഠിച്ചു വെക്കലാണ് സുഖം. മുർസൽ മുഅക്കദ്. മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്ത് ഉള്ളതും, അദാത്ത് നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ, കാഫ് അദാത്ത് ഉള്ളതും, മുഅക്കദ് എന്ന് പറഞ്ഞാൽ അദാത്ത് ഇല്ലാത്തതും. അതാണ് രണ്ടിലുള്ള വ്യത്യാസം. പിന്നുള്ളതാണ് മുജ്മലും മുഫസ്സലും. മുജ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദാത്ത് ഉണ്ടാവില്ല, അല്ല വജ്ഹു ഷിബ് ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു വജ്ഹു ഷിബ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശുജാഅത്ത്, അതുപോലെ വജ്ഹു ഷിബ് ഇതിൽ ഉണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ അർറജുലു കൽ അസദ് എന്ന് മാത്രമേ പറയുള്ളൂ. ഏത് വിഷയത്തിൽ നിന്ന് പറയില്ല. അതിനാണ് എന്ത് പറയുക? മുജ്മൽ എന്ന് പറയാം. എന്നാൽ വജ്ഹു ഷിബ് പറഞ്ഞ, അതാണ് ചോദ്യത്തിലുണ്ടായിരുന്നത്. വജ്ഹു ഷിബ് പറയപ്പെട്ടതിന് എന്താണ് പറയാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ വജ്ഹു ഷിബ് പറയപ്പെട്ടതിന് നമ്മൾ എന്താ പറയുക? മുഫസ്സൽ. അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനും ഒക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം മുഫസ്സൽ എന്നാണെന്ന് പറയാം. വജ്ഹു ഷിബ് ഉള്ളതിന് പറയാം. വജ്ഹു ഷിബ് ഇല്ലാത്തതിന് മുജ്മൽ എന്ന് പറയും. ഇനി വജ്ഹു ഷിബും ഇല്ല, അതുപോലെ തന്നെ അദാത്തും ഇല്ല, കാഫും ഇല്ല, അതുപോലെ തന്നെ ഫി ശുജാഅത്തി ഒന്നുമില്ല. എന്ത് പറഞ്ഞു? അർറജുലു അസദുൻ എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അതിനെ തശ്ബീഹ് ബലീഗ് എന്ന് പറയും. സമയം കളയുന്നില്ല, അതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. മറ്റൊരു ദിവസം നോക്കാം. അൽ ഇൽമു കന്നൂരി ഫിൽ ഹിദായ. അൽ മുഷബ്ബിഹി, ഇതിൽ മുഷബ്ബിഹി ഏതാണെന്ന് ചോദിച്ചു. ഇൽമ എന്നുള്ളത് നൂറിനെ പോലെയാണ്. ഹിദായത്തിൻ്റെ വിഷയത്തിൽ ഇൽമു നൂറിനെ പോലെയാണ്. ഇതിൽ മുഷബ്ബിഹി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുഷബ്ബിഹി എന്ന് പറഞ്ഞാൽ എന്താണൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അപ്പം ഇതിൽ മുഷബ്ബിഹി, അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു മുഷബ്ബിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനോടാണോ നമ്മൾ സാദൃശ്യപ്പെടുത്തുക അതിനാണ് മുഷബ്ബിഹി എന്ന് പറയാം. അപ്പോൾ ഉത്തരം പറഞ്ഞോളൂ. ഉത്തരം നോക്കാം. അന്നൂറിലെ ഇൽമ് എന്നുള്ളത് മുഷബ്ബഹാണ്, നൂറ് എന്നുള്ള മുഷബ്ബിഹി. ഇനി പറയേണ്ടതില്ല, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുഷബ്ബഹും മുഷബ്ബിഹിയും അദാത്തും ജഷിബൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ഇനി ഈ 50 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിലുള്ള മറ്റൊരു വിഷയമാണ്, അതിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? മവാദ് ഫി കിതാബി ദാരിസിലെ ടെക്സ്റ്റ് ബുക്കിലെ 1 മുതൽ അത് 8 വരെയുള്ള ടെക്സ്റ്റ് ബുക്കെന്നും അതുപോലെ തന്നെ ഹാൻഡ് ബുക്ക് കിതാബിൽ മുദരിസ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. 10 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ പറയുന്നത്, പക്ഷേ അത്രയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത്ര തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഒന്നും പറയാൻ പറ്റില്ല. ഒരു ചോദ്യം, ഒരു മോഡൽ നമുക്ക് ചോദ്യം നോക്കാം. തവക്കുൽ അബ്ദുസ്സലാം കർമാൻ ജിൻസിയത്തുഹ എന്ന ചോദ്യം. തവക്കുൽ അബ്ദുസ്സലാം കർമാൻ എവിടുത്തുകാരിയാണെന്ന ചോദ്യം. ഏത് രാജ്യത്തുള്ള? ഉത്തരം നോക്കാം. യമൻ എന്നുള്ള യമാനിയാണല്ലോ ജിൻസിയത്ത്.
ഇത് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിലുള്ള ഒരു പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അവിടെ ജായിസത്തുൻ നോബൽ എന്ന് പറയുന്ന ഒരു പാഠത്ത് ഈ അദീബിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതൊരു മോഡലിന് വേണ്ടി ഇവിടെ കൊടുത്താണ്. കുറച്ച് പോയിൻ്റ് നമുക്ക് നോക്കാം കേട്ടോ, കുറച്ച് മാത്രം. തവക്കുൽ കർമാൻ, തവക്കുൽ അബ്ദുസ്സലാം ഖാലിദ് കർമാൻ എന്താണ് പേര്. ഷാഫിയാണ്, സിയാസിയാണ്, നാസിർ ഹുക്കൂക്കിൽ യമനിയ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ഒരു അദീബ് കൂടിയാണ്. മാത്രമല്ല ജായിസത്തുൻ നോബൽ കിട്ടിയ ഒരു അദീബ്, ആ ഒരു പ്രസക്തിയും കൂടി ഇതിലുണ്ട് കേട്ടോ. ജായിസ നോബൽ കിട്ടിയ അലിസ്സലാമിന് ജായിസത്തുൻ നോബൽ കിട്ടിയിട്ടുള്ള ആളും കൂടിയാണ് ആര്, തവക്കുൽ കർമാൻ. 2011 കിട്ടിയത്. മാത്രമല്ല ആദ്യത്തെ യമനിയാണ്. നോബൽ കിട്ടുന്ന ആദ്യത്തെ യമനിയും ആദ്യത്തെ അറബി സ്ത്രീയുമാണ് ആര്, തവക്കുൽ കർമാൻ നോബൽ കിട്ടുന്നത്. മാത്രമല്ല സാനി ഇമ്രാൻ മുസ്ലിമായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തിയും കൂടിയാണ് ജായിസ നോബൽ കിട്ടുന്നത്. ഓക്കെ, കൂടുതൽ നമുക്ക് പിന്നീട് പഠിക്കാം. ഇതൊരു ഐഡിയ, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ മേഖലകളിൽ അറിവുണ്ടായിരിക്കണം, പഠിക്കുന്നത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതുപോലെ ഈ 50 ക്വസ്റ്റ്യനുള്ള മറ്റൊരു ഭാഗമാണ് ഇസ്തിആബ്. അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ട് ഫിഖറ തരും, അല്ലെങ്കിൽ കവിതയുടെ ചില വരികൾ തരും. എന്നിട്ട് അതിൽ നിന്ന് എന്താവും ചോദ്യം ചോദിക്കും. അതൊരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് നല്ല വൃത്തിയിൽ വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഉത്തരം കൊടുക്കുക. അതാണത്. ഇപ്പോൾ ഒരു മോഡലിനായി കഴിഞ്ഞ തവണ ചോദിച്ച ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് സ്പീഡിൽ പറയാം. ഇഖ്റഅൽ ഫിഖറ ലാത്തിയ വാജിബ് അനിൽ അസ്ല. ഈ താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് എന്ത് ചെയ്യുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ പെട്ടെന്ന് വായിച്ച് നോക്കാം. അല്ലുഗ എന്ന് പറഞ്ഞ സ്പീഡ് വായിക്കും, കാരണം വിശദമായിട്ട് പിന്നീട് പഠിക്കുക, ഒരു മോഡലിന് വേണ്ടിയിട്ടാണ്. അല്ലുഗ മീസത്ത് മിൻ മീസാത്തിൽ ഇൻസാൻ, മനുഷ്യൻ്റെ ഒരു പ്രത്യേകതപ്പെട്ടതാണ് ഭാഷ. അല്ലേ, നമുക്കറിയാം മനുഷ്യൻ മാത്രമേ ഭാഷ ഉപയോഗിക്കണം. വഹി മജ്മുഅത്ത് അസ്വാദ ഇഷാറത്ത് അബ്ബിർ ബിഹാൽ ഇൻസാൻ അഫ്കാരി മശാഇരി വതജാർബി. മനുഷ്യൻ അവൻ്റെ ഫീലിങ്സിനെ, അവൻ്റെ അനുഭവങ്ങൾ, അവൻ്റെ തോട്ട്സ്, ഐഡിയ, ഇതിനെക്കുറിച്ചൊക്കെ താബീർ ചെയ്യാൻ, അതായത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ഇബർ എന്ന് പറയുമ്പോൾ ആവിഷ്കരിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളും ഇഷാറാത്തുകളൊക്കെ കൂടിയൊരു മജ്മുഅത്താണ് എന്ത് ലുഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വഹി അദാത്തു തവാസുൽ വതആമുൽ വതഫാഹും ബൈന നാസ്, ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണത് അല്ലേ ഭാഷ. തഅത്തുൽ ലുഗ ഫി കുല്ലി മുജ്തമഇൻ മകാൻ ഹാമൻ അസാസ്യൻ, എല്ലാ സമൂഹത്തിലും വളരെ പ്രധാനമായൊരു സ്ഥാനം ഭാഷക്കുണ്ട് അല്ലേ, ഭാഷ വഹിക്കുന്നുണ്ട്. അതുപോലെ അറബി അഹ്മിലു ആത്തിഫിൽ ആലം, ലോകത്തുള്ള പഴയതും പുതിയതുമായ ഭാഷകൾ ഏറ്റവും പ്രധാനമുള്ള ഭാഷയാണ് അറബി ഭാഷ. അതുപോലെ അറബി ആത്തി സാമിയ അല്ലെ, സെമാൻറ്റിക് ലാംഗ്വേജിൽപ്പെട്ട, ലോകത്തിൽ സാമിയയിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബിക് ഭാഷ. അല്ലത്തി ഷെയ്ദ് തത്വൻ കബീരം, വളരെ വലിയ ഡെവലപ്മെൻറ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഭാഷയാണ് എന്ത് അറബി ഭാഷ. വയലു റസ്മിയ ലിസിത്ത് ദൗല, 26 അല്ലേ രാജ്യത്തിലുള്ള ഔദ്യോഗിക ഭാഷയും കൂടിയാണ് അറബി. വലുവായുത്തർഫ് ബിഹാലത ഹിയത്തുലുമൽ മുത്തഹിദ തഹ്തുലായത്തുലുമൽ മുത്തഹിദ തഹ്തുലായത്തുലുമൽ മുത്തഹിദ 18 ഡിസംബർ കിലോമൽ ആലമിൽ അൽ അറബിയ. ഇവിടെ പറയുന്നത് UNOയിൽ അറിയപ്പെടുന്നൊരു ഭാഷയാണ് അല്ലേ. 6 ഭാഷകളുണ്ട്, അതിൽ ഒരു ഭാഷയാണ് അറബി UNOയിലുള്ള. മാത്രമല്ല ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനമായി ആചരിക്കുന്ന ഒരു ഭാഷയും കൂടിയാണ് എന്ത് അറബിക് ഭാഷ. അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. ഇനി ഇതിനുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് പറയാം. ലുവൽ അറബിയ മിൻ ലുഗാത്ത്, ഏത് തരം ഭാഷയിൽ പെട്ടതാണ് അറബി ഭാഷ? നമ്മൾ പറഞ്ഞു അല്ലേ, ലോകത്ത് സാമിയിൽ പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞു. ഉത്തരം. മറ്റൊരു ചോദ്യം, തഹത്തല്ലു ലുഗത്ത് വഹിക്കുന്നു എല്ലാ സമൂഹത്തിലും എന്ന് പറഞ്ഞു. അൽ ഫാഇൽ ഫി അതിൽ ഈ ജുമലിൽ ഫാഇൽ ഏതാണെന്ന് നമ്മളറിയാം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. തഹത്തല്ലു ഫിഅലാണ്, ലുഗത്ത് ഫായിലാണ്. ഉത്തരം നോക്കാം. ലുഗ എന്നുള്ളതാണ് ഇവിടുത്തെ ഫായിൽ അല്ലേ. റഫ് കണ്ടാലും അറിയാം, കാരണം ഫായിലിൻ്റെ ഇറബ് എന്താണ്, റഫ് അല്ലേ. വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ, ഹയ്യത്തുലുമൽ മുത്തഹിദക്ക് എന്താണ് പറയുക, UNO അല്ലേ. പാരഗ്രാഫ് നമുക്ക് കിട്ടും. പിന്നെ മുദാഫ് ഇലൈഹി ഫിൽ ജുംല വഹി അദാത്തു തവാസുലി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അദാത്തു തവാസുലി എന്നാട്ടോ അവിടെ മിസ്റ്റേക്കാണ്, തവാസുലി എന്ന് വായിക്കണം. അതായത് ഇപ്പം നേരത്തെ മുദാഫിനെ പഠിപ്പിച്ചു തന്നില്ലേ, സെയ്ദിൻ്റെ പേന എന്നൊക്കെ പഠിപ്പിച്ചു തന്നില്ലേ. അപ്പം തവാസുലിൻ്റെ ടൂള്, അപ്പോൾ ഇതിൽ എന്താണ് മുദാഫ് ഇലൈഹി, തവാസുൽ എന്നുള്ളതാണ് അല്ലേ. ഇത്തരം നോക്കാം, തവാസുൽ. ഇനി എൻ്റെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു 80 ക്വസ്റ്റ്യനിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഒരു പാർട്ട്, മറ്റു 30 ക്വസ്റ്റ്യൻസ് മറ്റൊരു പാർട്ടാണെന്ന് പറഞ്ഞില്ലേ. ഈ പാർട്ടിൽ എന്തൊക്കെ നമ്മളോട് ചോദിക്കുന്നുള്ളത് നോക്കാം. അതിലെന്തൊക്കെ പഠിക്കണം. ദിറാസത്തുൽ ഇക്തിസാബുൽ അല്ലേ.
ഭാഷയെക്കുറിച്ചും അതിൻ്റെ മഹാറാത്തുകളിലെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. പിന്നെ ഭാഷയെക്കുറിച്ച് പഠിക്കണം, അതായത് ഭാഷയുടെ ഡെഫിനേഷൻ മുതലായ കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ മഹാറാത്തുൽ ലുഗവിയ്യ അല്ലേ, ഭാഷയുടെ സ്കില്ല് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബത്ത് അല്ലേ, എല്ലാ സർറബിളിയും നമുക്ക് പറയാം അല്ലേ. ഇസ്തിമാറിനെ കേൾക്കുക, തഹദ്ദുസനെ സംസാരിക്കുക, ഖിറാഅത്തിനെ വായിക്കുക, കിതാബത്തിനെ എഴുതുക. ഇതാണ് പ്രധാനപ്പെട്ട 4 ഭാഷയുടെ സ്കില്ലുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കും, അതിൻ്റെ ഓർഡർ ചോദിക്കാം, പലർക്കും ചോദിക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ പരിചയപ്പെടാം. മഹാറാത്തു തവാസുലി അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, തുറക്കു തദ്രീസുൽ അറബിയ്യ ഇസ്ത്രാറ്റീജിയ, ഖദീമ ആധുനികവും പഴയതുമായിട്ടുള്ള അറബി ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള സ്ട്രാറ്റജികളും അതിനുള്ള തുറുക്കുകളും. പിന്നെ തദ്രീസുൽ ഖവായിദ് റോയൽ ഇന്തിഖാദിന ദൗല ഖവായിദുൽ ലുആ ലിത്തവാസുൽ തഹരീർ, അതായത് ഗ്രാമർ പഠിപ്പിക്കുന്നതിനുള്ള ഒരുപാട് വഴികളും കാര്യങ്ങളുമാണ് ആ മേഖലയിൽ വരിക. പിന്നെ തഹ്ദിയാത്തു തദ്രീസുൽ ഫിൽ മുതഅവ്വിദ് ദാരിസുൽ മുഖ്തറ വൽ മുഷ്കിലാത്തുൽ ലഗ്വിൽ അഖ്താർ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ അല്ലെ വ്യത്യസ്തമായ കുട്ടികളുണ്ടാവും, കഴിവുള്ള കുട്ടികളുണ്ടാവും, നല്ല കഴിവുള്ള കുട്ടികളുണ്ടാവും, തീരെ കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പം ഒരു ക്ലാസ്സിൽ ഭാഷ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. വസായിലു തദറുസിയ തദ്രീസിയ, പഠിക്കുന്നതിലും ടീച്ചിങ് ആൻഡ് ലേണിംഗ് എയ്ഡ്സുകളാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ്, പഠിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് എന്ത്, ടെക്സ്റ്റ് ബുക്ക്, കിതാബുൽ മദ്രസ അല്ലേ. അധ്യാപനമാണെങ്കിൽ ഹാൻഡ് ബുക്ക്. പിന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പലതും ഉപയോഗിക്കില്ലേ, ചില ക്ലാസ് റൂമിൽ പ്രൊജക്ടർ ഉപയോഗിക്കില്ലേ, പ്രൊജക്ടർ ഉപയോഗിക്കും, ടി വി ഉപയോഗിക്കും, മൊബൈലിൽ കാണിച്ചു കൊടുക്കും, ചാർട്ട് ഉപയോഗിക്കും. ഇതൊക്കെ എന്താണ്, ടീച്ചിങ്ങിൽ എന്താണ്, ടീച്ചിങ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ വസായിലുകളാണ്, ടീച്ചിങ് എയ്ഡ്സാണ്. അതുപോലെ മുതാദിൽ വസായി തന്നെ മൾട്ടിമീഡിയ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന് തഖ്വീം, ഇവാലുവേഷൻ്റെ ടീച്ചിങ്ങിലുള്ള ഒരു മെയിൻ സാധനമാണെന്ത്, മെയിൻ പ്രോസസ്സാണ് തഖ്വീം, ഇവാലുവേഷൻ. തഖ്വീം മുസ്തമിർ അൽ മുസ്തഖീനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കും, അതായത് CC കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, തഖ്വീം ദൗരി, ടെർമിനൽ ഇവാലുവേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അറബി ഭാഷ പഠിപ്പിക്കാനുള്ള മെത്തേഡ്സുകൾ അല്ലേ, അതിൽ വരുന്ന നദറിയാത്തുകളൊക്കെ നമുക്ക് പഠിക്കണം, അതിലുള്ള ആളുകളൊക്കെ നമുക്ക് പഠിക്കാം, ഒക്കെ പിന്നീടാവാം. ഇപ്പോൾ ഒരു ഐഡിയ തരാണ്. തഖ്തീദ് ഫി തദ്രീസിലെ ലെസൺ പ്ലാൻ നമുക്കറിയാം. ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെ, ടീച്ചറായി പോകുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കേണ്ട ഒരു പ്ലാനാണ് ലെസൺ പ്ലാൻ. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നത് മുതൽ നമ്മൾ ക്ലാസ്സിലേക്ക് കയറി, എങ്ങനെ കയറി, എന്തൊക്കെ പഠിപ്പിക്കുന്നു, എന്തൊക്കെ ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കുന്നു, തുടങ്ങി ആ ക്ലാസ് അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്ത്, ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ലെസൺ പ്ലാനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ലെസൺ പ്ലാൻ എങ്ങനെ എഴുതാം, ലെസൺ പ്ലാൻ്റെ അതിൻ്റെ അനാസറുകൾ എന്തൊക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് പഠിക്കണം. അപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ട്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്കായിരിക്കും. കുറച്ച് പഠിക്കണം നമ്മൾ, കുറച്ച് പഠിക്കും വേണം, കുറച്ച് ലോജിക് കൂടി ഉണ്ടായാൽ ഉത്തരം പെട്ടെന്ന് കിട്ടാവുന്ന, അല്ലെങ്കിൽ ഉത്തരം കൊടുക്കാവുന്ന സിമ്പിളായിട്ടൊരു മേഖല തന്നെയാണ്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം പിന്നീട് ചർച്ച. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ചോദ്യം, വസീലത്തുൽ ഇത്തിസാൽ ബൈന അഫ്രാദുൽ ബഷർ ഫി ഷക്ൽ അസ്വാദി മല്ലമ, ക്രോഡീകരിക്കപ്പെട്ട ശബ്ദങ്ങളുടെ രൂപത്തിൽ വ്യക്തികൾക്കിടയിൽ അല്ല മനുഷ്യൻ അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു വസീലയാണ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ലുഗത്താണ് അല്ലേ, നമുക്കറിയാം, സിമ്പിളായിട്ട് ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഭാഷയുടെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ, അലിക്കലിമത്തുൽ മുഅദ്ദല, മെത്തേഡ്സ് എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക എന്നുള്ളത് അല്ലേ, സിമ്പിളായിട്ട് തൊറായിഖ് എന്ന് പറയില്ലേ. ഇനി തഹദീദുൽ അഹ്ദാഫ് ഹുവമിൻ അനാസിർ ഡാഷ്, ഏതിൻ്റെ അനാസിൽപ്പെട്ടതാണ് തഹദീദുൽ അഹ്ദാഫ്, അഹ്ദാഫുകൾ നിർണ്ണയിക്കുക എന്നുള്ളത് ഏതിൻ്റെ അനാസിറിൽപ്പെട്ടതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഖുത്തത്ത് ദർസ്, ലെസൺ പ്ലാൻ. നേരത്തെ പറഞ്ഞു ലെസൺ പ്ലാൻ. അപ്പം ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, അതിൻ്റെ അനാസിറുകളുണ്ട്, ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പിന്നെ ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്, അതിൻ്റെ അഹ്ദാഫ് നിർണ്ണയിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു മുഖ്യമായ ഒരു അനാസിറാണെന്ത്, അനാസിൽപ്പെട്ടതാണെന്ത്, അഹ്ദാഫ് നിർണ്ണയിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഈ കണ്ടൻറ്റ് കൊടുക്കുന്നതിലൂടെ കുട്ടിയിൽ എന്തുണ്ടായിരിക്കണം, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത്, കുട്ടിക്ക് അതിനോട് എന്ത് കിട്ടണം, അതാണ് അതിൻ്റെ അഹ്ദാഫ്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ മറ്റൊരു ചോദ്യം നോക്കാം. ഹവാർഡ് ഗാർഡനർ സ്വാഹിബ് ഡേഷ് വാലിബിൻ അംബ്രീക്ക്, അദ്ദേഹം ഏത് നദരിയൽ ബിനായിയ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാണോ, നദരിയൽ സുലൂക്കിയ ബിഹേവിയറിസ്റ്റിൻ്റെ ആളാണോ, നദരിയ ദിക്കൽ മുത്താഹിദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആളാണോ, നദരിയൽ ബിനായി ലൈത്യമായ സോഷ്യൽ
കൺസ്ട്രക്റ്റിങ്സിൻ്റെ ആളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരുന്നു. അത് ബിനായി പഠിക്കേണ്ടി വരും, സുലൂക്കിയ പഠിക്കണം, അതിൽ അധികം മുത്താദ്ദ പഠിക്കണം, ബിനായി ലൈത്തിമായ പഠിക്കണം അല്ലേ, അതിൻ്റെ ആളുകളെ പഠിക്കണം, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പഠിക്കണം അല്ലേ. അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നോക്കാം ഹവാർഡ് ഗാർണർ എന്തിൻ്റെ ആളാണ്. അത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുടെ സ്വാഹിബാണ് ആര്, ഹവാർഡ് ഗാർണർ. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹമാണ് ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കൊണ്ട്, അതായത് ഒരു വ്യക്തിയിൽ എന്താവും 8ഓളം കഴിവുകൾ ഉണ്ടാവും എന്ന് പറയുന്നത്. അതാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അതായത് ചിലവർക്ക് നല്ല പാട്ട് പാടാൻ കഴിയും, ചിലവർക്ക് സ്പോർട്സിലായിരിക്കും കഴിവുണ്ടാവുക, അങ്ങനെ എല്ലാവരിലും 8 കഴിവുണ്ടാവും. പക്ഷേ ചിലവരിൽ എന്താവും, ചില കഴിവുകളിൽ കുറച്ച് ഉയർന്നു നിൽക്കും അല്ലേ. ഇപ്പോൾ യേശുദാസിൻ്റെ ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഏതാണ് കഴിവ് കൂടുതലുള്ളത്? പാട്ട് പാടാനുള്ള ഒരു കഴിവാണ്. ഇപ്പോൾ സ്പോർട്സ് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പി ടി ഉഷ എടുക്കുകയാണെങ്കിൽ പി ടി ഉഷയിൽ ഏത് കഴിവാണ് മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ? സ്പോർട്സിലുള്ള ഒരു കഴിവാണ് അല്ലേ. അപ്പം തുടങ്ങി 8ഓളം ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട 8 ഇൻ്റലിജൻസാണ്. അപ്പം എല്ലാ വ്യക്തിയിലും ഇതുണ്ടായിരിക്കും. പിന്നെ ഇതിലുണ്ടാവേണ്ട അളവിൽ എന്തായിരിക്കും, അതിൻ്റെ ഒരു തോതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ആളാരാണ്? ഹവാർഡ് ഗാർണറാണ് കേട്ടോ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിൻ്റെ ആൾ ഹവാർഡ് ഗാർണറാണ്. വിശദമായിട്ടുള്ള നമുക്ക് പഠിക്കാം. പിന്നെ മിൻ മഹാറാത്തിൽ ലുഗാൽ ഇൻതാജിയ, നമ്മൾ നേരത്തെ പറഞ്ഞു മഹാറത്തുൽ ലുഗ അല്ലേ. ഏതൊക്കെ പറഞ്ഞു? 4 പറഞ്ഞില്ലേ, LSRW പറഞ്ഞില്ലേ. അപ്പം അതിൽ മഹാറത്തുൽ ലുഗാൽ ഇൻതാജിയ കാരണം അതായത് ഉത്തരം നോക്കാം. അതായത് വിശദീകരിച്ചാൽ മുഹാദസ വൽ കിതാബ അല്ലേ, എഴുത്തും അതുപോലെ തന്നെ സംസാരമാണ് ലുഗാൽ ഇൻതാജിൽപ്പെട്ടത്. ഇതെന്താ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു മഹാറത്തുൽ ലുഗ 4 അല്ലേ. ഏതൊക്കെ? തഹദ്ദുസ്, ഇസ്തിമാ, കിതാബത്ത്, ഖിറാഅത്ത്. അപ്പം ഇതിനെ 2 പാർട്ടായിട്ട് നമ്മൾ തിരിക്കും. എങ്ങനെ തിരിക്കും? ഇൻതാജിയ എന്ന് പറയും, ഇസ്തിഖ്ബാലിയ എന്ന് പറയും. അതായത് ഇൻതാജിയ ഇസ്തിഖ്ബാലിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. അതായത് ഇസ്തിംതാവും ഖിറാഅത്തും അല്ലേ, കേൾക്കുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക, വിവരം ഇങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത്. അതിനാണ് കാബിലിയ എന്ന് പറയുന്നത്, ഇസ്തിഖ്ബാലിയ എന്ന് പറയുന്നത്, ഇസ്തിഖ്ബാലുവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻതാജിയ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുള്ള വിവരം അങ്ങോട്ട് കൈമാറണമല്ലേ. തഹദ്ദുസിലൂടെയും കിതാബത്തിലൂടെയാണല്ലോ, സംസാരത്തിലൂടെയും കിതാബത്തിലൂടെയും നമ്മളെ അഫ്കാറുകൾ നമ്മൾ കൊടുക്കൽ. അപ്പോൾ അതിന് ഇൻതാജിയ എന്ന് പറയും. ഇങ്ങോട്ട് സ്വീകരിക്കണതിന് എന്ത് പറയും? ഇസ്തിഖ്ബാലിയ എന്ന് പറയും. അപ്പം ഇസ്തിമാവും ഖിറാഅത്തും ഏതിൽപ്പെട്ടതാണ്? ഇസ്തിഖ്ബാലിയപ്പെട്ടതും തഹദ്ദുസും കിതാബത്തും ഇൻതാജിയയിൽപ്പെട്ടതും. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ. മിൻ മഹാറാത്തിൽ ലുഗാൽ ഇൻതാജിയ, ലോകത്തിൽ ഇൻതാജിയയിൽപ്പെട്ട സ്കില്ല്. ഇപ്പോൾ നാല് സ്കില്ലുകളാണല്ലോ ഉള്ളത്. ആ 4-ൽ ഏതൊക്കെയാണ് ലുഗാൽ ഇൻതാജിയയിൽപ്പെട്ടത്? മുഹാദസ വൽ കിതാബ അല്ലേ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സ്പീഡിൽ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്തൊക്കെ പഠിക്കാൻ സിമ്പിളാണെന്നും ക്ലാസ് കേട്ടാൽ നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാം, കേട്ടിട്ട് നേടാമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി സിലബസിൽ പറയുന്ന കുറച്ച് പുസ്തകങ്ങളുടെ റെഫർ ചെയ്യാനും പറയുന്ന കുത്തുബുൽ ഖിറാഅ വൽ മുത്താല, അൽ ജുസുൽ അവൽ വസാനി ലി നഹ്വുൽ വാദിഅ ഇൽ ഇബ്തിദായി. നഹ്വുൽ വാദിഅ എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ 1-2 പാർട്ടുകൾ. അതുപോലെ തന്നെ കിതാബ് ദാരിസ് വൽ മുദരിസ് അല്ലേ, ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഹാൻഡ് ബുക്കും 1 മുതൽ 8 വരെയുള്ള. അൽ ബലാഗത്തുൽ വാദിഹ അല്ലേ, എല്ലാവർക്കും പരിചയമുള്ള പുസ്തകമാണ് അൽ ബലാഗത്തുൽ വാദിഹ, ആ പുസ്തകം. പിന്നെ അറബിയത്തുൽ ഹയാത്ത് എന്ന് പറയുന്ന പുസ്തകം. താരിഖുൽ അദ്ബുൽ അറബി അഹ്മദ് ഹസൻ സയ്യാത്തിൻ്റെ താരിഖുൽ അദ്ബുൽ അറബി എന്ന പുസ്തകം. ഈ പുസ്തകങ്ങളാണ് നമ്മോട് എന്തിനു പറയുന്നത്, താഴെ ചെയ്യാൻ വേണ്ടി, റെഫർ ചെയ്യാൻ വേണ്ടി പറയുന്ന പുസ്തകം. അപ്പം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ കേട്ടിട്ട് സിമ്പിളായിട്ട് നേടാം എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി തുടർന്ന് നമുക്ക് ഓരോ ഭാഗങ്ങളും ലിറ്ററേച്ചർ, അതുപോലെ തന്നെ നഹ്വ്, സ്വറഫ്, അതുപോലെ അർബുദ്, പിന്നെ അങ്ങനെ ഇപ്പോൾ ഖുർആൻ, ഹദീസ്, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പരിചയപ്പെട്ട് എല്ലാം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് നേടാൻ പറ്റും. ഇപ്പോൾ തുറന്നുള്ള ക്ലാസ്സുകളെല്ലാം വിശദമായിട്ട് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ ഇതിനോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു അവബോധം തരിക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ നമ്മൾ പോയത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിർത്താണ്. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.